കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് പറഞ്ഞാൽ ഫെബ്രുവരി 2026 മൂന്നാറിൽ പക്ഷികളുടെ ചിത്രങ്ങൾ എടുക്കുമ്പോഴാണ് എൻ്റെ ഏകദേശം തൊട്ടടുത്ത് നല്ല കടുത്ത റോസ് നിറത്തിലുള്ള ഒരു കിളി പെട്ടെന്ന് വന്നത്. വെയിലത്ത് അതിൻ്റെ നിറം നല്ല ശോഭയായിരുന്നു. അതിനു മുന്നേ കടുത്ത ചുവപ്പ് നിറത്തിലുള്ള ഒരു പൂവിന്മേൽ തൂങ്ങി നിന്ന് ഒരു വിരുദ്ധൻ അഭ്യാസ പ്രകടനം കാണിക്കുന്നുണ്ടായിരുന്നു. അത് പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് ഈ റോസ് നിറത്തിലുള്ള പക്ഷിയുടെ അത്രയും രൂപം ഉണ്ടെങ്കിലും ആ നിറമല്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് അത് ഈ കോമൺ റോസ് ഫിഞ്ചിന്റെ ഫീമെയിൽ തന്നെയാണെന്ന്. ആ റോസ് നിറത്തിൽ വന്ന ആ കിളിയാണ് കോമൺ റോസ് ഫിഞ്ച്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതിഥി കോമൺ റോസ് ഫിഞ്ച് അല്ലെങ്കിൽ റോസാ കുരുവിയാണ്. കോമൺ റോസ് ഫിഞ്ച് എന്ന പക്ഷി ശാസ്ത്രീയപരമായിട്ട് കാർപോഡാക്കസ് എരിത്രൈനസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ചെറുതും മനോഹരവുമായിട്ടുള്ള ഒരു ഫിഞ്ച് വിഭാഗത്തിലെ പക്ഷിയാണ്. യൂറോപ്പ് മുതൽ ഏഷ്യ വരെ വ്യാപിച്ചിരിക്കുന്ന ഈ പക്ഷി ഇന്ത്യയിൽ പ്രത്യേകിച്ച് ശീതകാല കുടിയേറ്റ കാലത്ത് കാണപ്പെടുന്നുണ്ട്. കേരളത്തിലെ ഉയർന്ന പ്രദേശമായിട്ടുള്ള മൂന്നാർ പോലുള്ള പ്രദേശങ്ങളിൽ ഇവയെ നിരീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഇവയുടെ ശാസ്ത്രീയ നാമം കാർപോഡാക്കസ് എരിത്രൈനസ് എന്നാണ്. കാർപോഡാക്കസ് എന്ന ഗ്രീക്ക് പദം ഫലം തിന്നുന്ന പക്ഷി എന്ന് അർത്ഥം നൽകുന്നുണ്ട്. എരിത്രൈനസ് എന്നത് ചുവപ്പ് നിറത്തിലുള്ളത് എന്ന അർത്ഥമുള്ള ലാറ്റിൻ വാക്കാണ്. ആൺപക്ഷിയുടെ ശരീരത്തിൽ കാണുന്ന ചുവപ്പ് അല്ലെങ്കിൽ റോസ നിറമാണ് ഈ ശാസ്ത്രീയ നാമത്തിന് കാരണം. ഫിഞ്ചിലിഡെ അല്ലെങ്കിൽ ഫിഞ്ച് കുടുംബത്തിൽപ്പെടുന്നതാണ് ഈ പക്ഷി. കോമൺ റോസ് ഫിഞ്ച് ഉൾപ്പെടുന്ന ഫിഞ്ചിലിഡെ കുടുംബത്തിലെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുകയാണെങ്കിൽ കട്ടിയുള്ള കൊമ്പൻ ആകൃതിയിലുള്ള ശക്തമായിട്ടുള്ള കൊക്ക്, വിത്തുകളും ഫലങ്ങളും തിന്നാൻ അനുയോജ്യമായിട്ടുള്ള ഭക്ഷണ രീതി, പാടാനുള്ള കഴിവുള്ള മനോഹരമായിട്ടുള്ള ശബ്ദം, സ്പാരോ, ഗോൾഡ് ഫിഞ്ച്, ഗ്രീൻ ഫിഞ്ച് തുടങ്ങിയവയും ഈ കുടുംബത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കുടുംബത്തിലെ പക്ഷികൾ സാധാരണയായിട്ട് സീഡ് ഈറ്റേഴ്സ്, അതായത് വിത്ത് തീനികളായി അറിയപ്പെടുന്നുണ്ട്. ഇവ പാസ്റ്ററിഫോമീസ് എന്ന ഓർഡറിലാണ് പെടുത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഓർഡറാണിത്. പെർച്ചിങ് ബേർഡ് അഥവാ കൊമ്പുകളിൽ ഇരുന്ന് ജീവിക്കുന്ന പക്ഷികൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇവയ്ക്ക് സങ്കീർണമായിട്ടുള്ള ശബ്ദ വ്യവസ്ഥ ഉണ്ടായിരിക്കും. സ്പാരോ, ക്രോ, ബുൾബുൾ, മൈന എന്നിവയും ഇതേ ഓർഡറിലുണ്ട്. ഈ ഓർഡറിലെ പക്ഷികൾ 3 വെല്ലുകൾ മുന്നിലും 1 പിന്നിലുമായിട്ട് പിടിച്ചു നിൽക്കാൻ അനുയോജ്യമായിട്ടുള്ള കാലിൻ്റെ ഘടന കാണാൻ വേണ്ടി സാധിക്കും. ഇവ മലയാളത്തിൽ റോസ് ഫിഞ്ച് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് ഇവയുടെ പൂർവികരും പരിണാമത്തിൻ്റെ തുടക്കവും സംബന്ധിച്ചിട്ടുള്ള കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ കോമൺ റോസ് ഫിഞ്ച് എന്ന പക്ഷി ഇന്ന് കാണുന്ന മനോഹരമായിട്ടുള്ള ചുവപ്പ് നിറത്തിലുള്ള ഫിഞ്ച് വിഭാഗത്തിലെ ഒരു അംഗമാണ്. എന്നാൽ ഈ പക്ഷിയുടെ രൂപവും സ്വഭാവവും ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള പരിണാമ പ്രക്രിയയുടെ ഫലമാണ്. അതിൻ്റെ പൂർവികർ, അവയുടെ ജീവിതശൈലി, പരിസ്ഥിതിയോട് അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ എന്നിവയാണ് കോമൺ റോസ് ഫിഞ്ച് എന്ന സ്പീഷീസ് രൂപപ്പെടാൻ വേണ്ടി കാരണമായത്. പക്ഷികളുടെ പൂർവികർ ഡൈനോസറുകളുടെ ഒരു ശാഖയായിട്ടുള്ള ചെറോപോഡ് ആണെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചിരിക്കുന്നുണ്ട്. ഏകദേശം 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആർക്കിയോപ്റ്റെറപ്സ് പോലുള്ള ജീവികൾ പക്ഷികളും ഡൈനോസറുകൾ തമ്മിലുള്ള ഇടനില ജീവികളായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇവയിൽ നിന്നാണ് ക്രമേണ ചെറുകളും പറക്കാനുള്ള കഴിവും ലഭിച്ചത്. കാലക്രമേണ ചെറുതായിട്ടുള്ള ശരീരഘടന, പറക്കാൻ അനുയോജ്യമായിട്ടുള്ള അസ്ഥികൾ, രോമങ്ങൾ, പിറകുവശം, പീലികൾ എന്നിവയൊക്കെ രൂപപ്പെട്ടു. അവയാണ് പിന്നീട് സോങ് ബേർഡ്സ് ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗത്തിന് അടിസ്ഥാനം നൽകിയത്. കോമൺ റോസ് ഫിഞ്ച് ഉൾപ്പെടുന്ന പാസ്റ്ററിഫോമീസ് എന്ന ഓർഡർ ഏകദേശം 40 മുതൽ 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പരിണമിച്ചുവെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ പക്ഷികളുടെ പ്രത്യേകത ശബ്ദ നിർമ്മാണത്തിലുള്ള സങ്കീർണമായിട്ടുള്ള സ്ട്രിങ്സ് ഉണ്ടായിരിക്കും, കൊമ്പുകളിൽ ഇരിക്കാനുള്ള കാലിന്റെ ഘടനയുണ്ടായിരിക്കും, ഉയർന്ന ബുദ്ധിശക്തി എന്നിവ പരിണാമത്തിലൂടെ ലഭിച്ചതാണ്. അതോടെ സോങ് ബേർഡ്സ് ലോകമെമ്പാടും വ്യാപിച്ചു. കോമൺ റോസ് ഫിഞ്ച് ഉൾപ്പെടുന്ന ഫിഞ്ചിലിഡെ കുടുംബം ഏകദേശം 20 മുതൽ 25 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പ്, ഏഷ്യ മേഖലകളിൽ രൂപപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. ഈ കുടുംബത്തിലെ പൂർവികർ വിത്തുകളെ പ്രധാന ആഹാരമാക്കിയ പക്ഷികളായിരുന്നു. ശക്തവും കട്ടിയുള്ള കൊക്ക് വികസിപ്പിച്ചു. വ്യത്യസ്ത ഭക്ഷണശീലങ്ങൾ അനുയോജ്യമാക്കി കൊക്കിന്റെ ആകൃതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ഇതാണ് പിന്നീട് വിവിധ ഫിഞ്ച് സ്പീഷീസുകൾക്ക് വഴി തുറന്നത്. കാർപോഡാക്കസ് എന്ന ജനുസ് ഏഷ്യൻ മലനിരകളിലും തണുത്ത കാലാവസ്ഥയിലുള്ള പ്രദേശങ്ങളിലും പരിണമിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. ഈ ജനുസിന്റെ പൂർവികർ കാടുകളിലൂടെ, അതിരുകളിലൂടെയും പുൽമേടുകളിലൂടെയൊക്കെ ജീവിച്ചു. വിത്തുകളും ചെറിയ പഴങ്ങളും ആഹാരമാക്കി തണുത്ത കാലാവസ്ഥ സഹിക്കാൻ കട്ടിയുള്ള പീലികളും ശരീരഘടനയും വികസിപ്പിച്ചു. ഇവയിൽ നിന്നാണ് കോമൺ റോസ് ഫിഞ്ച് പോലുള്ള ചുവന്ന നിറത്തിലുള്ള സ്പീഷീസുകൾ രൂപപ്പെട്ടത്. കോമൺ റോസ് ഫിഞ്ചിന്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സവിശേഷത ആൺപക്ഷിയുടെ ചുവപ്പ് നിറമാണ്. ഈ നിറം പരിണമിച്ചത് ലൈംഗിക തിരഞ്ഞെടുപ്പിലൂടെ കൂടുതൽ ചുവപ്പ് നിറത്തിലുള്ള ആൺപക്ഷികളെ പെൺപക്ഷികൾ തിരഞ്ഞെടുക്കുന്നതിലാണ്. ആരോഗ്യവും ശക്തവും സൂചിപ്പിക്കുന്ന അടയാളമായിട്ട് ഈ നിറം പ്രവർത്തിച്ചതിനാൽ കാലക്രമേണ ചുവപ്പ് നിറം ശക്തമായിട്ട് പ്രകടിപ്പിക്കുന്ന ജീനുകൾ തലമുറകളിലേക്ക് പകരപ്പെട്ടു. പൂർവിക ഫിഞ്ചുകൾ സ്ഥിരതാമസമാക്കിയിരുന്നുവെന്ന് കരുതപ്പെടുന്നു. എന്നാൽ കാലാവസ്ഥാ മാറ്റങ്ങൾ, ആഹാര ലഭ്യതയിലെ വ്യത്യാസങ്ങൾ എന്നിവ കാരണം ചില വിഭാഗങ്ങൾ ദൂരെ പറന്ന് പുതിയ പ്രദേശങ്ങളിലേക്ക് കുടിയേറാൻ വേണ്ടി തുടങ്ങി. ഇതാണ് കോമൺ റോസ് ഫിഞ്ച് പോലുള്ള പക്ഷികളിൽ സീസണൽ മൈഗ്രേഷൻ, അതായത് കാലാവസ്ഥ അനുസരിച്ചുള്ള കുടിയേറ്റം വികസിപ്പിക്കാൻ വേണ്ടി കാരണമായത്. ഇന്ത്യയിലേക്കുള്ള ഇവയുടെ ശീതകാല കുടിയേറ്റം ഈ പരിണാമത്തിന് ഫലമാണ്. ആധുനിക ഗവേഷണങ്ങൾ, DNA പഠനങ്ങളിലൂടെയൊക്കെ കോമൺ
റോസ് ഫിഞ്ചിന്റെ പരിണാമ ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിലെ ജനസംഖ്യകൾക്ക് ചെറിയ ജനിതക വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇത് ഭൗഗോളിക വികസനത്തിന്റെ, അതായത് ജോഗ്രഫിക്കൽ ഐസൊലേഷന്റെ ഫലമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. പരിണാമം ഇപ്പോഴും തുടങ്ങുന്ന ഒരു പ്രക്രിയയാണെന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ റോസ് ഫിഞ്ച് എന്ന പക്ഷി ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. ഡൈനോസർ പൂർവികളിൽ നിന്ന് ആരംഭിച്ച് സോങ് ബേഡ്സ്, പിന്നീട് ഫിഞ്ച് കുടുംബം, ഒടുവിൽ കാർപ്പഡോക്കസ് ജനുസ് എന്നിങ്ങനെ ലക്ഷക്കണക്കിന് വർഷങ്ങളായുള്ള പരിണാമയാത്രയുടെ ഫലമായിട്ടാണ് ഇത് സംഭവിച്ചത്. പ്രകൃതിയോട് അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ, ഭക്ഷണശീലങ്ങൾ, ലൈംഗികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്, കുടിയേറ്റ സ്വഭാവം എന്നിവ ചേർന്നിട്ടാണ് ഇന്നത്തെ കോമൺ റോസ് ഫിഞ്ച് രൂപപ്പെടുന്നത്. ഇത് പ്രകൃതിയിലെ പരിണാമത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള ഉദാഹരണങ്ങളൊന്നായിട്ട് കോമൺ റോസ് ഫിഞ്ചിനെ മാറ്റുന്നുണ്ട്. നമുക്ക് ഇവയുടെ ചില കൗതുകകരമായിട്ടുള്ള വിവരങ്ങൾ, വസ്തുതകൾ നോക്കുകയാണെങ്കിൽ കോമൺ റോസ് ഫിഞ്ച് ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഫിഞ്ച് പക്ഷികളിലൊന്നാണ്. ചെറുതായിട്ടുള്ള ശരീര വലുപ്പം, ആൺപക്ഷിയുടെ ചുവപ്പ് നിറം, മധുരമായിട്ടുള്ള പാട്ട്, ദൂരം കുടിയേറുന്ന സ്വഭാവം എന്നിവ കാരണം ഈ പക്ഷി നിരീക്ഷകരുടെ പ്രധാനപ്പെട്ട സ്പീഷീസ് ആയിട്ട് മാറിയിരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിരവധി കൗതുകകരമായിട്ടുള്ള വിവരങ്ങൾ, വസ്തുതകളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കോമൺ റോസ് ഫിഞ്ചിന്റെ ആൺപക്ഷിക്ക് കാണുന്ന ചുവപ്പ് നിറം എല്ലായ്പ്പോഴും ഒരേ തീവ്രതയിൽ കാണില്ല. പ്രജനനകാലത്ത് ആൺപക്ഷി കടുത്ത റോസ് ചുവപ്പ് നിറത്തിലേക്ക് ആയി മാറുന്നു. മറ്റു കാലങ്ങളിൽ നിറം മങ്ങിയതായിരിക്കും. ഇത് ഹോർമോൺ മാറ്റങ്ങളുടെയും ഭക്ഷണത്തിലെ വർണ്ണങ്ങൾ ലഭിക്കുന്നതുമായ ബന്ധമുള്ളതാണ്. ആൺപക്ഷി ചുവപ്പായി തിളങ്ങുമ്പോൾ പെൺപക്ഷിയും ചെറുപ്പപക്ഷിയും ബ്രൗൺ നിറത്തിലും വരകളോട് കൂടിയതുമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതവയെ വേട്ടക്കാരിൽ നിന്ന് മറിഞ്ഞു നിൽക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പരിണാമ ഗുണമാണ്. കോമൺ റോസ് ഫിഞ്ച് ഒരു സോങ് ബേഡാണ്. അതിന്റെ പാട്ട് മൃദുലവും സംഗീതപരവുമാണ്. ബ്രീഡിംഗ് സീസണിൽ ആൺപക്ഷികൾ തുടർച്ചയായിട്ട് പാട്ടുപാടും. സ്വയം പ്രദേശം, അതായത് സ്വയം ടെറിട്ടറി പ്രദേശങ്ങൾ അടയാളപ്പെടുത്തുവാൻ വേണ്ടിയും പെൺപക്ഷിയെ ആകർഷിക്കാൻ വേണ്ടിയും ഈ പാട്ട് ഇവ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു മൈഗ്രേറ്ററി ബേഡാണ്. യൂറോപ്പ്, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ പ്രജനനം നടത്തുന്നുണ്ട്. ശീതകാലത്ത് ഇന്ത്യ, ദക്ഷിണേന്ത്യ എന്നിവിടങ്ങളിലേക്ക് കുടിയേറുന്നുണ്ട്. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം പറക്കാൻ വേണ്ടി കഴിവുള്ള ചെറിയ പക്ഷിയാണിത്. കോമൺ റോസ് ഫിഞ്ച് തോട്ടങ്ങൾ, കൃഷിയിടങ്ങൾ, ചായത്തോട്ടങ്ങൾ, കാടുകളിലെ അതിരുകൾ എന്നിവിടങ്ങളിൽ മനുഷ്യർക്ക് അടുത്തായിട്ടാണ് ജീവിക്കാൻ കഴിവുള്ള പക്ഷിയാണ്. ഇതിന്റെ ഭക്ഷണ രീതി വിവിധ സസ്യങ്ങളുടെ വിത്തുകൾ, ചെറിയ പഴങ്ങൾ, ചില കീടങ്ങൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് കീടങ്ങൾ ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ ഇത് പരിസ്ഥിതിയിൽ സീഡ് ഡിസ്പേസർ, വിത്ത് വിതരുന്ന പക്ഷി എന്ന നിലയിൽ പങ്കുവഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ജീവിയാണ്. പഠനങ്ങൾ കാണിക്കുന്നത് കോമൺ റോസ് ഫിഞ്ച് വർഷം തോറും അതേ മൈഗ്രേഷൻ റൂട്ട് പിന്തുടരുന്നുണ്ട്. ഭൂമിയിലെ കാന്തിക ക്ഷേത്രം, അതായത് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അത് പ്രകാരം സൂര്യന്റെ സ്ഥാനം എന്നിവയൊക്കെ ഉപയോഗിച്ച് ഇവ വഴി കണ്ടെത്തുന്നുണ്ട്. ഈ പക്ഷിയുടെ കൊക്ക് ചെറുതും കട്ടിയുള്ളതുമാണ്. കട്ടിയുള്ള വിത്തുകൾ പോലും പൊട്ടിച്ച് തിന്നാൻ വേണ്ടി കഴിവുള്ളവയാണിത്. ഇത് ഫിഞ്ച് കുടുംബത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ഇവയുടെ ചുവപ്പ് നിറവും മനോഹരമായിട്ടുള്ള ശബ്ദവും കാരണം പക്ഷി നിരീക്ഷകർ, ഫോട്ടോഗ്രാഫർമാർ ഈ പക്ഷിയെ പ്രത്യേക താല്പര്യത്തോടെ നിരീക്ഷിക്കുന്നുണ്ട്. കോമൺ റോസ് ഫിഞ്ച് സാധാരണയായിട്ട് ആക്രമണ സ്വഭാവമില്ല. ഒറ്റയ്ക്കോ ചെറിയ കൂട്ടത്തിലോ ജീവിക്കുകയും മറ്റു പക്ഷികളുമായിട്ട് വലിയ സംഘർഷങ്ങളൊന്നും ഇവ ഉണ്ടാക്കാറില്ല. ഒരു പ്രദേശത്ത് കോമൺ റോസ് ഫിഞ്ച് സജീവമായിട്ട് കാണപ്പെടുന്നത് ആ പ്രദേശത്തെ സസ്യാവസ്ഥ നല്ല നിലയിലാണെന്ന് സൂചിപ്പിക്കുന്നതാണ്. കീട വിഭിന്നത നിലനിർത്തുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു അടയാളമായിട്ട് ഇത് വർദ്ധിക്കുന്നുണ്ട്. ചുവപ്പ് നിറവും മധുരമായിട്ടുള്ള പാട്ടും കാരണം യൂറോപ്യൻ കവിതകളിൽ, പാട്ടുകളിൽ, പ്രകൃതി ചിത്രകലയിലൊക്കെ ഈ പക്ഷിയെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കോമൺ റോസ് ഫിഞ്ച് ഒരു ചെറു പക്ഷിയായിട്ടും അതിൻ്റെ നിറം, പാട്ട്, കുടിയേറ്റശീലം, പരിസ്ഥിതിയിലെ പങ്ക് എന്നിവ കാരണം വളരെ പ്രത്യേകതയുള്ള ഒരു ജീവിയാണ്. അതിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഈ കൗതുകകരമായിട്ടുള്ള വസ്തുക്കൾ പ്രകൃതിയിലെ പരിണാമത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയൊക്കെ തെളിവാണ്. ഇനി നമുക്ക് ഇവയുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി, അല്ലെങ്കിൽ ശാരീരിക സവിശേഷതകളെ പറ്റി നോക്കുകയാണെങ്കിൽ കോമൺ റോസ് ഫിഞ്ച് എന്നത് ഫിഞ്ച് കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുതും മനോഹരമായിട്ടുള്ള ഒരു സോങ് ബേഡാണ്. അതിൻ്റെ ശരീരഘടന, നിറം, കൊക്ക്, ചിറകുകൾ, വാൽ, കണ്ണുകൾ, ലൈംഗികമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്നിവ എല്ലാം തന്നെ അതിൻ്റെ ജീവിതശൈലിക്കും ഭക്ഷണശീലങ്ങൾക്കും കുടിയേറ്റ സ്വഭാവങ്ങൾക്കും ഒക്കെ അനുസരിച്ച് പരിണമിച്ച പ്രത്യേക സ്വഭാവങ്ങളാണ്. ശരീര വലുപ്പവും ആകൃതിയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോമൺ റോസ് ഫിഞ്ച് ഒരു ചെറിയ പക്ഷിയാണ്. ശരാശരി നീളം 14 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ ഉള്ളായിരിക്കും. ഭാരം 20-25 ഗ്രാം ആയിരിക്കും. ശരീരം കൊഴുത്തതും ശക്തവുമായിട്ടുള്ള ഘടനയാണ്. നെഞ്ചുഭാഗം അല്പം വീർപ്പുള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ ശരീരഘടന ദീർഘകാലം പറക്കാൻ വേണ്ടിയും വിത്തുകൾ പൊട്ടിക്കാൻ വേണ്ടിയും ഇവയെ സഹായിക്കുന്നുണ്ട്. തല വൃത്താകൃതിയിലുള്ളതാണ്. കണ്ണുകൾ ചെറുതും തിളക്കമുള്ളതുമാണ്. കണ്ണിന് ചുറ്റും വലിയ വളയങ്ങളോ കട്ടിയുള്ള വരകളോ ഒന്നുമില്ല. മുഖഭാഗം സാധാരണ നിറത്തിലാണ്. ഇത് ബ്ലൈറ്റ് റീഡ് വാർബിൾ പോലുള്ള, അതായത് ഈറ്റപ്പളോപ്പൻ പക്ഷികളിൽ കാണുന്ന ശക്തമായിട്ടുള്ള ഐബ്രോ സ്ട്രൈപ്പിൽ നിന്ന് ഇവയെ വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കോമൺ റോസ് ഫിഞ്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാരീരിക സവിശേഷതയാണ് അതിന്റെ കൊക്ക്. ചെറുതും കട്ടിയുള്ളതുമായിട്ടുള്ള കൊക്കായിരിക്കും. കോണാകൃതിയിലുള്ള ഒരു രൂപമായിരിക്കും ഇതിന്. ശക്തമായിട്ടുള്ള മാംസപേശികൾ ഉപയോഗിച്ച് വിത്തുകളും കട്ടിയുള്ള ഭക്ഷണവും പൊട്ടിക്കാൻ വേണ്ടി അനുയോജ്യമായിരിക്കും. ഈ കൊക്ക് രൂപമാണ് ഇതിനെ പിഞ്ചു കുടുംബത്തിൽ പെടുത്തുന്നുള്ള മുഖ്യ കാരണം.
ആൺപക്ഷിയുടെ നെഞ്ച്, തല, ശരീരത്തിൻ്റെ മേൽഭാഗം എന്നിവയിൽ റോസ് അല്ലെങ്കിൽ ചുവപ്പ് നിറം കാണാൻ വേണ്ടി സാധിക്കും. ചിറകുകളും വാലും അല്പം കറുപ്പ് കലർന്ന ചുവപ്പ് നിറമായിരിക്കും. ബ്രീഡിംഗ് സീസണിൽ നിറം വളരെ തിളക്കമുള്ളതായിരിക്കും. പെൺപക്ഷി അല്ലെങ്കിൽ ചെറുപ്പ പക്ഷികളായിട്ടുള്ള പക്ഷികൾക്ക് ബ്രൗൺ നിറമായിരിക്കും. നെഞ്ചിലും വയറ്റിലും ഇരുണ്ട വരകളുണ്ടായിരിക്കാം. ഇവയ്ക്ക് ചുവപ്പ് നിറമില്ല. ഇത് ശത്രുക്കളിൽ നിന്ന് മറിഞ്ഞു നിൽക്കാൻ വേണ്ടി സഹായിക്കുന്ന കാമുഫ്ലാഗ് ആണ്. ചിറകുകൾ മിതമായിട്ടുള്ള നീളമുള്ളവയാണ്. പറക്കുമ്പോൾ വേഗതയും സ്ഥിരതയൊക്കെ ഇത് നൽകുന്നുണ്ട്. മൈഗ്രേഷൻ സമയത്ത് ദീർഘദൂരം പറക്കാൻ വേണ്ടി അനുയോജ്യമായിട്ടുള്ള ഘടനയാണ് ഇവയ്ക്കുള്ളത്. ചിറകുകൾ അല്പം ഇരുണ്ട നിറവും ചിലപ്പോൾ വെളുത്ത വരകളും കാണാൻ വേണ്ടി സാധിക്കും. വാൽ മിതമായിട്ടുള്ള നീളമുള്ളതാണ്. നേരെ ആയിട്ടുള്ള ആകൃതിയിലുള്ള ടെയിൽ ഫിതേഴ്സ് ആയിരിക്കും. പറക്കുമ്പോൾ ദിശ നിയന്ത്രിക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. മരക്കൊമ്പിൽ ഇരിക്കുമ്പോൾ ശരീര സമത്വം പാലിക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. കാലുകൾ ചെറുതും ശക്തവുമാണ്. 3 വിരലുകൾ മുന്നിലും 1 പിന്നിലും ആയിട്ടുള്ള ഘടനയായിരിക്കും ഇവയ്ക്ക്. മരക്കൊമ്പുകളിൽ ഉറച്ചു പിടിച്ച് ഇരിക്കാൻ വേണ്ടി ഇത് അവയെ സഹായിക്കുന്നുണ്ട്. തവിട്ട് അല്ലെങ്കിൽ മാംസ നിറത്തിലുള്ള കാലുകളായിരിക്കും ഇവയ്ക്കുള്ളത്. കണ്ണുകൾ കറുത്തതും തെളിഞ്ഞതുമായിരിക്കും. വിത്തുകളും പഴങ്ങളും ഒക്കെ കണ്ടെത്താൻ വേണ്ടി നല്ല കാഴ്ചശക്തി ഇവയ്ക്ക് ഉണ്ടായിരിക്കും. ശത്രുക്കളെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടി ഇവയ്ക്ക് കഴിവുണ്ട്. ഇവിടെ ലൈംഗികപരമായിട്ടുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഇവയ്ക്ക് ആൺപക്ഷിയുടെ നിറം ചുവപ്പ് അല്ലെങ്കിൽ റോസ് നിറവും പെൺപക്ഷിയുടെ ബ്രൗൺ അല്ലെങ്കിൽ വരകളോടുള്ള നിറമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ കോമൺ റോസ് ഫിഞ്ച് എന്ന പക്ഷിയുടെ ശരീര സവിശേഷത അതിൻ്റെ ചുവപ്പ് നിറത്തിലുള്ള ആൺപക്ഷി, ബ്രൗൺ നിറത്തിലുള്ള പെൺപക്ഷി, കട്ടിയുള്ള കൊക്ക്, ശക്തമായിട്ടുള്ള ചിറകുകൾ, സമതുലിതമായിട്ടുള്ള വാലെല്ലാം തന്നെ പ്രകൃതിയോട് പൊരുത്തപ്പെട്ട പരിണാമത്തിൻ്റെ ഫലമാണ്. ഈ സവിശേഷതകൾ കൊണ്ടാണ് കോമൺ റോസ് ഫിഞ്ച് കുടുംബത്തിലെ ഒരു പ്രധാന അംഗമായിട്ട് തിരിച്ചറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇവിടെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ വാസസ്ഥലം ഹാബിറ്റന്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ കോമൺ റോസ് ഫിഞ്ച് എന്ന പക്ഷി വിവിധ ഭൂമിശാസ്ത്ര മേഖലകളിലും കാലാവസ്ഥയിലും ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള കഴിവുള്ള ഒരു കുടിയേറ്റ സോങ് ബേർഡാണ്. അതിൻ്റെ ആവാസസ്ഥലം, ഭക്ഷണ ലഭ്യത, സുരക്ഷ, പ്രജനന സാഹചര്യം എന്നിവയൊക്കെ ആശ്രയിച്ചിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കാടുകൾ മുതൽ മനുഷ്യവാസ പ്രദേശങ്ങൾക്ക് അടുത്തുള്ള തോട്ടങ്ങൾ വരെ വിവിധ പരിസ്ഥിതിയിലും ഈ പക്ഷിയെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. കോമൺ റോസ് ഫിഞ്ചിന്റെ ആവാസ വ്യാപ്തി വളരെ വിപുലമാണ്. പ്രജനന പ്രദേശങ്ങൾ യൂറോപ്പ്, റഷ്യ, മലേഷ്യ, മധ്യേഷ്യ, വടക്കേ ഏഷ്യ എന്നിവകളിലും ശീതകാല ആവാസ സ്ഥലങ്ങൾ ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, മ്യാൻമാർ, ദക്ഷിണേന്ത്യ, പ്രത്യേകിച്ച് ഹിമാലയൻ മേഖലകളിലും ദക്ഷിണേന്ത്യയിലെ ഉയർന്ന പ്രദേശങ്ങളായിട്ടുള്ള വെസ്റ്റേൺ ഗട്ട്സ്, മൂന്നാർ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഇവയെ കാണാൻ വേണ്ടി സാധിക്കും. ഇതൊരു ലോങ് ഡിസ്റ്റൻസ് മൈഗ്രേഷൻ ബേർഡാണെന്ന് ആവാസ വ്യാപ്തി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കാടുകളിലെ അതിരുകളും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോമൺ റോസ് ഫിഞ്ച് സാധാരണയായിട്ട് ഇളം കാടുകളുടെ അതിരുകൾ, കൊടികളും ചെറുമരങ്ങളും വളരുന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഭക്ഷണമായി വിത്തുകളും പഴങ്ങളും ധാരാളമായിട്ട് ലഭിക്കുന്നതുകൊണ്ടും മറന്നു നിൽക്കാൻ വേണ്ടി അനുയോജ്യമായിട്ടുള്ള കൊടികളും കുറ്റിച്ചെടികളും ഉള്ളതുകൊണ്ടുമാണ് ഇവിടങ്ങളിൽ ഇവ കാണപ്പെടുന്നത്. ഈ പക്ഷി ജീവിക്കുന്ന മറ്റൊരു പ്രധാനമായിട്ടുള്ള ആവാസ സ്ഥലം പുൽമേടുകൾ, തുറന്ന ഭൂമികൾ, കൃഷിയിടങ്ങളിലെ അതിരുകൾ എന്നിവിടങ്ങളിലാണ്. പുല്ലുകളിൽ വിത്തുകൾ ലഭ്യമാക്കുകയും ചെറിയ കീടങ്ങൾ ലഭിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയും പറക്കുവാൻ വേണ്ടിയും ഭക്ഷണം കണ്ടെത്താൻ വേണ്ടിയും എളുപ്പമാകുന്നുണ്ട് ഈ പ്രദേശങ്ങളിൽ. അതുപോലെ തന്നെ കോമൺ റോസ് ഫിഞ്ച് മനുഷ്യർക്ക് അടുത്തും ജീവിക്കാൻ കഴിവുള്ള പക്ഷിയാണ്. തോട്ടങ്ങൾ, പാർക്കുകൾ, ചായത്തോട്ടങ്ങൾ, കൃഷി സ്ഥലങ്ങൾ ഇവിടങ്ങളിൽ മനുഷ്യൻ നട്ടുവളർത്തുന്ന സസ്യങ്ങളിൽ നിന്ന് വിത്തുകളും പഴങ്ങളും ലഭിക്കുന്നു. അതിനാൽ തന്നെ സെമി അർബൻ ബേർഡായിട്ടും ഇവയെ കണക്കാക്കുന്നുണ്ട്. കോമൺ റോസ് ഫിഞ്ച് വിവിധ ഉയരത്തിൽ ജീവിക്കുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. കേരളത്തിൽ വെസ്റ്റേൺ ഗട്ട്സിലെ ഉയർന്ന പ്രദേശങ്ങളായിട്ടുള്ള മൂന്നാർ, വാഗമൺ, നെല്ലിയാമ്പതി ഇത് ഈ പക്ഷികളുടെ പരിസ്ഥിതി അനുയോജ്യപരമായിട്ടുള്ള എക്കോളജിക്കൽ അഡാപ്റ്റിവിറ്റിയെ തെളിയിക്കുന്നുണ്ട്. പ്രജനനകാലത്ത് കോമൺ റോസ് ഫിഞ്ച് തിരഞ്ഞെടുക്കുന്ന ആഹാരം തണുത്ത കാലാവസ്ഥയുള്ള പ്രദേശങ്ങളായിരിക്കും. കുറ്റിച്ചെടികൾ നിറഞ്ഞ കാടുകളുള്ള അതിരുകൾ, ജലസ്രോതസ്സുകൾ സമീപമുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളായിരിക്കും. കൂടി നിർമ്മിക്കാൻ വേണ്ടി സുരക്ഷിതമായിട്ട് ഇടങ്ങൾ ഇവ നോക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കീടങ്ങൾ പോലുള്ള പ്രോട്ടീൻ ഭക്ഷണം ലഭിക്കാൻ വേണ്ടി ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. ശീതകാലത്ത് ചൂടുള്ള പ്രദേശങ്ങളിലേക്ക് ഇവ കുടിയേറുന്നുണ്ട്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ കാടുകൾ, അതിരുകൾ, തോട്ടങ്ങൾ, കൃഷി സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ഇവയെ കാണുന്നുണ്ട്. ഇവിടങ്ങളിൽ വിത്തുകളും പഴങ്ങളും ധാരാളം ലഭിക്കുന്നു. കടുത്ത തണുപ്പ് ഉണ്ടാകുന്നില്ല. ഊർജ്ജം സംരക്ഷിക്കാൻ വേണ്ടി അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയൊക്കെയാണ് ശീതകാലത്ത് ഈ പ്രദേശങ്ങളിലേക്ക് ഇവ കുടിയേറുന്നതിന് കാരണം. ആവാസ സ്ഥലത്തിൻ്റെ പരിസ്ഥിതി പ്രാധാന്യത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ കോമൺ റോസ് ഫിഞ്ച് ജീവിക്കുന്ന ആവാസ സ്ഥലങ്ങൾ ജൈവ വൈവിധ്യം നിലനിർത്തുന്നുണ്ട്. വിത്ത് വിതറൽ വഴി സസ്യങ്ങളുടെ പുനർജനനം സഹായിക്കുന്നുണ്ട്. ഇവ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ പക്ഷിയെ ഒരു എക്കോസിസ്റ്റം കോൺട്രിബ്യൂട്ടറായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. കോമൺ റോസ് ഫിഞ്ചിൻ്റെ ആവാസ സ്ഥലങ്ങൾ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. വനനശീകരണം, കൃഷി, രാസങ്ങളും കീടനാശിനികളും, നഗരവൽക്കരണം, കാലാവസ്ഥ മാറ്റം ഇവയെല്ലാം ഭക്ഷണ ലഭ്യത കുറയ്ക്കുകയും കൂട് നിർമ്മാണത്തിനുള്ള ഇടം കുറയുകയും കുടിയേറ്റ വഴികളെ ബാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പക്ഷിയുടെ സംരക്ഷണം അതിൻ്റെ ആവാസ സ്ഥല സംരക്ഷണത്തിലൂടെയാണ് സാധ്യമാക്കുന്നത്. കാടുകളുടെ അതിരുകളും സംരക്ഷിക്കുക, കീടനാശിനികളുടെ അമിത ഉപയോഗം ഒഴിവാക്കുക, പക്ഷി സൗഹൃദ തോട്ടങ്ങൾ വളർത്തുക, ജലസ്രോതസ്സുകൾ നിലനിർത്തുക ഇവയെല്ലാം ഈ
കോമൺ റോസ് ഫിഞ്ച് ഉൾപ്പെടുന്ന അനേകം പക്ഷികൾക്ക് സഹായകരമാണ്. ചുരുക്കി പറഞ്ഞാൽ കോമൺ റോസ് ഫിഞ്ച് എന്ന പക്ഷി വിവിധ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ കഴിവുള്ള ഒരു കുടിയേറ്റ പക്ഷിയാണ്. കാടുകൾ, പുൽമേടുകൾ, തോട്ടങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, മനുഷ്യവാസ പ്രദേശങ്ങൾ എന്നിവയെല്ലാം അതിൻ്റെ ആവാസ ഭാഗങ്ങളാണ്. എന്നാൽ ഈ ആവാസ സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നില്ലെങ്കിൽ ഭാവിയിൽ ഈ പക്ഷിയുടെ ജനസംഖ്യയ്ക്ക് തിരിച്ചടിയാകാം. അതിനാൽ തന്നെ ആവാസ സ്ഥല സംരക്ഷണം കോമൺ റോസ് ഫിഞ്ചിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. നമുക്കിവയുടെ ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണശീലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ കോമൺ റോസ് ഫിഞ്ച് ഒരു പ്രധാനമായിട്ടും വിത്ത് തീനി ആയിട്ടുള്ള പക്ഷിയാണെങ്കിലും കാലാവസ്ഥയുടെയും ആവാസ സ്ഥലത്തിൻ്റെയും വ്യത്യാസങ്ങൾ അനുസരിച്ച് ഇതിൻ്റെ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ കാണപ്പെടുന്നുണ്ട്. പ്രകൃതി ലഭ്യമായിട്ടുള്ള വിത്തുകൾ, പഴങ്ങൾ, പുഷ്പഭാഗങ്ങൾ, ചെറിയ കീടങ്ങൾ എന്നിവയൊക്കെയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള ഭക്ഷണ സ്രോതസ്സുകൾ. ഈ വൈവിധ്യമാർന്ന ഭക്ഷണ രീതി പക്ഷിയെ വിവിധ പരിസ്ഥിതിയിൽ ജീവിക്കാൻ വേണ്ടി അനുയോജ്യമാക്കുന്നുണ്ട്. കോമൺ റോസ് ഫിഞ്ചിൻ്റെ മുഖ്യ ഭക്ഷണം വിവിധ സസ്യങ്ങളുടെ വിത്തുകളാണ്. ഇതിൻ്റെ കട്ടിയുള്ള കൊക്ക് വിത്തുകൾ പൊട്ടിച്ച് തിന്നാൻ വേണ്ടി അനുയോജ്യമാണ്. പ്രധാനമായിട്ടുള്ള വിത്തുകളെ പറ്റി നോക്കുകയാണെങ്കിൽ പുല്ലുകളുടെ വിത്തുകൾ, കാട്ടുചെടിയുടെ വിത്തുകൾ, ധാന്യവിളകളുടെ ചെറിയ വിത്തുകൾ, ചെടികളുടെ ഉണങ്ങിയ ഫലങ്ങൾ, ഈ വിത്തുകളിൽ നിന്ന് ഊർജ്ജവും കൊഴുപ്പും കാർബോഹൈഡ്രേറ്റ് എന്നിവയൊക്കെ ലഭിക്കുന്നുണ്ട്. ഇത് കുടിയേറ്റ സമയത്ത് ഏറെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. വിത്തുകളോടൊപ്പം കോമൺ റോസ് ഫിഞ്ച് പഴങ്ങളും ഭക്ഷിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ചെറിയ കാട്ടുപഴങ്ങൾ, ബെറികൾ, മൃദുവായിട്ടുള്ള പഴഭാഗങ്ങൾ. ഇത് ഇവയിൽ വെള്ളം നൽകുന്നുണ്ട്, വിറ്റാമിനുകളും മിനറൽസും ഒക്കെ നൽകുന്നുണ്ട്. പഴങ്ങൾ തിന്നുന്നതിലൂടെ ഈ പക്ഷി സീഡ് ഡിസ്പേസൽ എന്ന പരിസ്ഥിതി സേവനവും നിർവഹിക്കുന്നുണ്ട്. ചില കാലങ്ങളിൽ പുഷ്പദളങ്ങൾ, പൂക്കളുടെ മുളകൾ, മൃദുവായിട്ടുള്ള ഇലഭാഗങ്ങൾ എന്നിവയും കോമൺ റോസ് ഫിഞ്ചിൻ്റെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് വിത്തുകളിൽ ലഭ്യത കുറവുള്ള പ്രദേശങ്ങളിൽ ഇവയ്ക്ക് സഹായകരമാണ്. കോമൺ റോസ് ഫിഞ്ച് പ്രധാനമായിട്ടും വിത്ത് തീനിയാണെങ്കിലും ചെറിയ കീടങ്ങൾ, ലാർവകൾ, ചെറുപുഴുകൾ എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കായിട്ടുള്ള പ്രോട്ടീൻ, അമിനോ ആസിഡുകൾ എന്നിവ അനിവാര്യമായതിനാൽ തന്നെ കീടങ്ങൾ പ്രധാനമായിട്ടുള്ള ഭക്ഷണമായിട്ടും മാറുന്നുണ്ട്. കോമൺ റോസ് ഫിഞ്ചിൻ്റെ ആഹാര രീതി കാലാവസ്ഥ അനുസരിച്ച് മാറുന്നുണ്ട്. പ്രചണ്ഡകാലത്ത് കീടങ്ങൾ, പുഴുക്കൾ, മൃദുവായിട്ടുള്ള പഴങ്ങൾ കഴിക്കുമ്പോൾ ശീതകാലത്ത് വിത്തുകൾ, ഉണങ്ങിയ പഴങ്ങൾ, ധാന്യവിളകളുടെ അവശിഷ്ടങ്ങൾ എന്നിവയൊക്കെ ഇവ കഴിക്കുന്നുണ്ട്. ഈ മാറ്റം ഭക്ഷണം ലഭിക്കാൻ അനുയോജ്യമായിട്ടുള്ള പരിണാമപരമായിട്ടുള്ള ഒരു ക്രമീകരണമാണ്. കോമൺ റോസ് ഫിഞ്ച് സാധാരണയായിട്ട് കുറ്റിച്ചെടികളിലും പുല്ലുമേഖലകളിലും മരങ്ങളുടെ താഴത്തെ ശാഖകളിലും ഭക്ഷണം തേടുന്നുണ്ട്. ഇത് ഒറ്റയ്ക്കോ ചെറിയ കൂട്ടങ്ങളൊക്കെ ആയിട്ടോ ഭക്ഷണം അന്വേഷിക്കുന്നുണ്ട്. ഭക്ഷണം കണ്ടെത്തുമ്പോൾ കൊക്കുപയോഗിച്ച് വിത്തുകൾ പൊട്ടിക്കുകയും പഴങ്ങൾ കൊത്തി തിന്നുകയും ചെയ്യുന്നുണ്ട്. ഇരകളിൽ നിന്നുള്ള കീടങ്ങളെ ഇവ പിടിക്കുന്നുണ്ട്. മനുഷ്യർക്കടുത്തുള്ള പ്രദേശങ്ങളിൽ കോമൺ റോസ് ഫിഞ്ച് കൃഷിയിടങ്ങളിലെ ധാന്യവിത്തുകൾ, തോട്ടങ്ങളിലെ പഴങ്ങൾ, അലങ്കാര ചെടികളുടെ വിത്തുകൾ എന്നിവയും ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പോൾ വീട്ടുവളപ്പിലെ ബേഡ് ഫീഡിലും എത്തുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. സൂര്യകാന്തി വിത്ത് പോലുള്ളവ ഒക്കെ ഇവ കഴിക്കുന്നുണ്ട്. കോമൺ റോസ് ഫിഞ്ചിൻ്റെ ഭക്ഷണ രീതി പ്രകൃതിയിലെ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. സീഡ് ഡിസ്പേസർ ആയിട്ടും കീടജനസംഖ്യ നിയന്ത്രിക്കുന്നതിലും സസ്യങ്ങളുടെ പുനർജനനത്തിനും പശുശൃംഖലയുടെ ഒരു ഭാഗമായിട്ടൊക്കെ ഇവ വർദ്ധിക്കുന്നുണ്ട്. ഇതുവഴി ഈ പക്ഷി ഒരു എക്കോസിസ്റ്റം ബാലൻസറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് കീടനാശിനികളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, വനനശീകരണം, കൃഷിയിലെ രാസവളങ്ങൾ, കാലാവസ്ഥ മാറ്റം എന്നിവ കോമൺ റോസ് ഫിഞ്ചിൻ്റെ ഭക്ഷണ സ്രോതസ്സുകൾ കുറയ്ക്കാൻ വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇത് ഈ ഭാവിയിൽ ഈ പക്ഷിയുടെ ആരോഗ്യത്തെയും ജനസംഖ്യയൊക്കെ ബാധിച്ചേക്കാം. ഈ പക്ഷിയുടെ സംരക്ഷണത്തിൽ കാടുകളിലെ പുൽമേട്ടുകളും സംരക്ഷിക്കുക, രാസ കീടനാശിനികൾ കുറയ്ക്കുക, പക്ഷി സൗഹൃദ തോട്ടങ്ങൾ വളർത്തുക, വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങൾ വളർത്തുക എന്നിവയൊക്കെ അത്യാവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ കോമൺ റോസ് ഫിഞ്ച് എന്ന പക്ഷിയുടെ ഭക്ഷണ രീതി വിത്തുകൾ, പഴങ്ങൾ, പുഷ്പഭാഗങ്ങൾ, കീടങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വൈവിധ്യമാർന്നതാണ്. കാലാവസ്ഥ അനുസരിച്ചും ആവാസ വ്യവസ്ഥ അനുസരിച്ചും മാറുന്ന ഈ ആഹാരശീലം ഈ പക്ഷിയെ വിവിധ പരിസ്ഥിതിയിൽ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ഭക്ഷണ രീതി പരിസ്ഥിതിയിലെ വിത്ത് വിതറൽ, കീടനിയന്ത്രണം തുടങ്ങിയ പ്രധാന സേവനങ്ങൾ നിർവഹിക്കുന്നതിനാൽ തന്നെ കോമൺ റോസ് ഫിഞ്ച് പ്രകൃതിയുടെ സമതുലന അവസ്ഥയിൽ ഒരു പ്രധാനമായിട്ടുള്ള ഘടകമായിട്ട് മാറുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട പെരുമാറ്റ ശൈലി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കോമൺ റോസ് ഫിഞ്ച് ഒരു ശാന്ത സ്വഭാവമുള്ളതും സാമൂഹികതയുള്ളതുമായിട്ടുള്ളൊരു സോങ് ബേർഡാണ്. അതിൻ്റെ പെരുമാറ്റ ശൈലി, ഭക്ഷണശീലം, കുടിയേറ്റം, പ്രജനനം, പാട്ട്, സാമൂഹിക ബന്ധങ്ങൾ, ശത്രുക്കളിൽ നിന്നുള്ള രക്ഷാമാർഗങ്ങൾ എന്നിവയായിട്ട് അടുത്ത ബന്ധമുള്ളതാണ്. പരിസ്ഥിതിയോടനുസരിച്ച് ക്രമീകരിക്കപ്പെടുന്ന ഈ പെരുമാറ്റ ഗുണങ്ങളാണ് കോമൺ റോസ് ഫിഞ്ചിനെ വിവിധ ആവാസ വ്യവസ്ഥയിൽ വിജയകരമായിട്ട് ജീവിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഇവിടെ പൊതു സ്വഭാവം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോമൺ റോസ് ഫിഞ്ച് സാധാരണയായിട്ട് ശാന്തവും ലജ്ജാശീല സ്വഭാവം ആയിട്ടുള്ള ഒരു പക്ഷിയാണ്. വളരെ ആക്രമണ സ്വഭാവം ഇവ കാണിക്കാറില്ല. ഒറ്റയ്ക്കോ ചെറിയ കൂട്ടങ്ങളായിട്ടോ ജീവിക്കുന്നുണ്ട്. ഇവ മരക്കൊമ്പുകളിലും കുറ്റിച്ചെടികളിലും ഇരുന്ന് വിശ്രമിക്കാനാണ് ഇവയ്ക്ക് കൂടുതൽ ഇഷ്ടം. ഇത് മനുഷ്യരുടെ സാന്നിധ്യത്തോട് വലിയ ഭയം കാണിക്കാത്തതിനാൽ തന്നെ തോട്ടങ്ങളിലും പാർക്കുകളിലുമൊക്കെ ഇവ കാണപ്പെടുന്നുണ്ട്. ശീതകാലത്ത് കോമൺ റോസ് ഫിഞ്ച് ചെറിയ കൂട്ടങ്ങളായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. ഭക്ഷണം തേടുമ്പോൾ കൂട്ടമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ബ്രീഡിംഗ് സീസൺ അല്ലാത്ത സമയങ്ങളിൽ മറ്റ് ഫിഞ്ച് പക്ഷികളോടൊപ്പം കലർന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഈ കൂട്ടജീവിതം ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയും ഭക്ഷണ സ്ഥലങ്ങൾ കണ്ടെത്താൻ വേണ്ടിയൊക്കെ ഇവയെ സഹായിക്കുന്നുണ്ട്. കോമൺ റോസ് ഫിഞ്ച് ഒരു പ്രശസ്തമായിട്ടുള്ള സോങ് ബേർഡാണ്.
ആൺപക്ഷികൾ മധുരവും സംഗീതപരവുമായിട്ടുള്ള പാട്ട് പാടുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രജനനകാലത്ത് പാട്ട് ശക്തമാവും. പാട്ടിൻ്റെ ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് പെൺപക്ഷിയെ ആകർഷിക്കുക, സ്വയം പ്രദേശം, ടെറിട്ടറിയൊക്കെ അടയാളപ്പെടുത്തുക, മറ്റ് ആൺപക്ഷികളെ അകറ്റി നിർത്തുക എന്നിവയൊക്കെയാണ്. ഇതിൻ്റെ ശബ്ദം മൃദുവും തുടർച്ചയായിട്ട് ഒഴുകുന്നതുമാണ്. പ്രജനനകാലത്ത് ആൺപക്ഷി അതിൻ്റെ പ്രദേശം ശക്തമായിട്ട് സംരക്ഷിക്കും. മറ്റൊരു ആൺപക്ഷി അടുത്തു വന്നാൽ പാട്ടിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചിലപ്പോൾ ചിറകുകൾ വിരിച്ച് ഭീഷണി കാണിക്കുകയൊക്കെ ചെയ്യാം. കൂടിനും പെൺപക്ഷിക്കും സുരക്ഷ ഉറപ്പാക്കാനാണ്. കോമൺ റോസ്പിഞ്ചിൻ്റെ ഭക്ഷണം തേടുന്നത് പുല്ലു മേഖലകളിൽ, കുറ്റിച്ചെടികളിൽ, മരങ്ങളുടെ താഴത്തെ ശാഖകളിലൊക്കെയാണ്. കൊക്ക് ഉപയോഗിച്ച് വിത്തുകൾ പൊട്ടിക്കുന്നുണ്ട്, പഴങ്ങൾ കൊത്തി തിന്നുന്നു, ഇരകളിൽ നിന്നുള്ള കീടങ്ങളെ പിടിക്കുന്നു, ഒറ്റയ്ക്കോ ചെറിയ കൂട്ടമായിട്ടോ ഒക്കെ ഭക്ഷണം തേടുന്നുണ്ട്. വേനൽക്കാലത്ത് യൂറോപ്പ്, മധ്യേഷ്യ മേഖലകളിൽ പ്രജനനം നടത്തുന്നു. കോമൺ റോസ്പിഞ്ച് ഒരു ലോങ് ഡിസ്റ്റൻസ് മൈഗ്രേഷൻ ബേഡാണ്. വേനൽക്കാലത്ത് യൂറോപ്പ്, മധ്യേഷ്യ മേഖലകളിൽ പ്രജനനം നടത്തുകയും ശീതകാലത്ത് ഇന്ത്യയിലും ദക്ഷിണ ഇന്ത്യയിലും ഒക്കെ ലക്ഷ്യമാക്കി കുടിയേറാൻ വേണ്ടി ഇവ ശ്രമിക്കുന്നുണ്ട്. കുടിയേറ്റ സമയത്ത് കൂട്ടമായിട്ട് ഇവ പറക്കുന്നുണ്ട്. സൂര്യൻ്റെ സ്ഥാനം, ഭൂമിയുടെ കാന്തിക ക്ഷേത്രം എന്നിവ ഉപയോഗിച്ച് ദിശ ഇവ കണ്ടെത്തുന്നുണ്ട്. ഓരോ വർഷവും ഏകദേശം അതേ വഴി തന്നെയാണ് ഇവയുടെ യാത്ര പിന്തുടരുന്നത്. കൂട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ആൺപക്ഷികളാണ് പ്രധാനമായിട്ടും കൂട് നിർമ്മിക്കുന്നത്. കുറ്റിച്ചെടികളിലും ചെറുമരങ്ങളിലും ഒക്കെ ആയിട്ടാണ് ഇവ കൂട് നിർമ്മിക്കുന്നത്. പുല്ല്, ഇല, നാരുകൾ എന്നിവയൊക്കെ ഇവ ഉപയോഗിക്കുന്നുണ്ട്. ഇരു പക്ഷികളും ചേർന്ന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. കുഞ്ഞുങ്ങൾ പറക്കാൻ പഠിക്കും വരെ മാതാപിതാക്കൾ ഇവയെ സംരക്ഷിക്കുന്നുണ്ട്. കോമൺ റോസ്പിഞ്ച് നേരിടുന്ന പ്രധാനമായിട്ടുള്ള ശത്രുക്കൾ പരുന്തുകൾ, പൂച്ചകൾ, പാമ്പുകൾ തുടങ്ങിയവയൊക്കെയാണ്. മങ്ങിയ നിറമുള്ള പെൺപക്ഷികൾ ഒരു കാമുഫ്ലോഗായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപകടം തോന്നിയാൽ പെട്ടെന്ന് പറന്നു ഇവ മറയുന്നുണ്ട്. കുറ്റിച്ചെടികളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അപകടം തോന്നിയാൽ പെട്ടെന്ന് പറന്നു മാറുന്നു. കുറ്റിച്ചെടികളിൽ ഒളിച്ചിരിക്കുന്നു. മനുഷ്യർക്കടുത്തുള്ള പ്രദേശങ്ങളിൽ ജീവിക്കാൻ വേണ്ടി ഇവ കഴിവുള്ളവയാണ്. തോട്ടങ്ങളിലും പാർക്കുകളിലൊക്കെ ഇവ കാണപ്പെടുന്നുണ്ട്. ബേർഡ് ഫീഡേഴ്സിലേക്ക് പോലും ഇവ വരാറുണ്ട്. മനുഷ്യരെ ഭയക്കുന്നതിൽ നിന്ന് ക്രമേണ പരിചിതമാകുന്ന സ്വഭാവം ഇവ കാണിക്കുന്നുണ്ട്. ബ്രീഡിംഗ് സീസണിൽ കൂടുതൽ പാട്ട് പാടുന്നു, കൂടുതൽ പ്രദേശ സംരക്ഷണം നടത്തുന്നു. ശീതകാലങ്ങളിൽ കൂട്ടമായിട്ട് ജീവിക്കാൻ വേണ്ടിയും ഭക്ഷണം കണ്ടെത്തുന്നതിൽ കൂടുതൽ സമയം ഇവ ചിലവഴിക്കുന്നുണ്ട്. ഇത് കാലാവസ്ഥയ്ക്കും ഭക്ഷണ ലഭ്യതയ്ക്കുമൊക്കെ അനുസരിച്ചിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങളാണ്. കോമൺ റോസ്പിഞ്ചിൻ്റെ പെരുമാറ്റം വിത്ത് വിതറൽ, കീടനിയന്ത്രണം, ഭക്ഷ്യശൃംഖലയുടെ ഭാഗമായിട്ട് വർദ്ധിക്കൽ എന്നിവയിലൂടെ പരിസ്ഥിതിയുടെ സമതുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടി ഇവ സഹായിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കോമൺ റോസ്പിഞ്ച് എന്ന ഈ പക്ഷിയുടെ പെരുമാറ്റ ശൈലി അതിൻ്റെ ജീവിത ശൈലിയുമായിട്ട് അടുത്ത ബന്ധമുള്ളതാണ്. ശാന്ത സ്വഭാവമായിട്ടുള്ള ജീവിതം, മധുരമായിട്ടുള്ള പാട്ട്, കൂട്ടജീവിതം, കുടിയേറ്റ ശീലം, മാതാപിതൃ പരിപാലനം, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്ന രീതികൾ എന്നിവയെല്ലാം ചേർന്നിട്ടാണ് ഇതിൻ്റെ സമ്പൂർണ്ണ പെരുമാറ്റ ഘടന രൂപപ്പെടുന്നത്. ഈ പെരുമാറ്റ ഗുണങ്ങളാണ് കോമൺ റോസ്പിഞ്ചിനെ പ്രകൃതിയിലെ വിജയകരമായിട്ടുള്ള സോങ് ബേർഡാക്കി മാറ്റുന്നത്. ഇനി ഇവയുടെ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ കോമൺ റോസ്പിഞ്ച് എന്ന പക്ഷിയുടെ പ്രജനന രീതികൾ അതിൻ്റെ ജീവിതചക്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊന്നാണ്. പ്രജനനകാലത്ത് ഈ പക്ഷികൾ പ്രത്യേക പെരുമാറ്റങ്ങളും ശരീരമാറ്റങ്ങളും കാണിക്കുന്നുണ്ട്. കൂട്ടുകൂടൽ, കൂട് നിർമ്മാണം, മുട്ടയിടൽ, കുഞ്ഞുങ്ങളുടെ പരിപാലനം എന്നിവയെല്ലാം തന്നെ ക്രമബദ്ധമായിട്ടുള്ള ഘട്ടങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഇതുവഴി അടുത്ത തലമുറയുടെ നിലനിൽപ്പ് ഇവ ഉറപ്പാക്കുന്നുണ്ട്. ഇവിടെ പ്രജനന കാലഘട്ടം സാധാരണയായിട്ട് മെയ് മുതൽ ജൂലൈ വരെ ആയിരിക്കും. ശീതകാല കുടിയേറ്റത്തിന് ശേഷം ഇവ ബ്രീഡിംഗ് പ്രദേശങ്ങളിലേക്ക് മടങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് പെൺപക്ഷിയുടെ ചുവപ്പ് നിറം കൂടുതൽ വർണ്ണാഭമാകുന്നുണ്ട്. പ്രജനനകാലത്ത് ആൺപക്ഷികൾ കൂടുതൽ പാട്ടുകൾ പാടുന്നു, സ്വയം ടെറിട്ടറി സംരക്ഷിക്കുന്നു, പെൺപക്ഷികളെ ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കൂട്ടുകൂടലിന് മുൻപ് ആൺപക്ഷി മധുരമായിട്ടുള്ള ഗാനങ്ങളാണ് പാടുന്നത്. ചിറകുകൾ വിരിച്ച് പെൺപക്ഷികൾ മുന്നിൽ നൃത്ത സമാനമായിട്ടുള്ള ചലനങ്ങൾ നടത്തുന്നുണ്ട്. തൻ്റെ ആരോഗ്യവും ശക്തിയൊക്കെ ഇവ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈ പാട്ടും പ്രദർശനങ്ങളും എല്ലാം പെൺപക്ഷിയെ ആകർഷിക്കാൻ വേണ്ടിയും മികച്ച കൂട്ടാളികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയൊക്കെ ഇവയെ സഹായിക്കുന്നുണ്ട്. കൂട് നിർമ്മിക്കുന്നത് പ്രധാനമായിട്ടും ആൺപക്ഷിയാണ്. ചിലപ്പോൾ പെൺപക്ഷി വസ്തുക്കൾ എത്തിച്ചു നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. കുറ്റിച്ചെടികളിൽ അല്ലെങ്കിൽ ചെറു മരങ്ങളുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ മനുഷ്യൻ കുറവുള്ള ശാന്ത പ്രദേശങ്ങളിലായിരിക്കും ഇവയുടെ കൂടിൻ്റെ സ്ഥാനം. പുല്ല്, ഇലകൾ, ചെറിയ കൊമ്പുകൾ, നാരുകൾ എന്നിവയൊക്കെയായിട്ടാണ് ഇവ കൂട് നിർമ്മിക്കുന്നത്. ഉള്ളിൽ മൃദുവായിട്ടുള്ള പുല്ലുകളും തൂവലുകളും ഉപയോഗിച്ച് അടുക്കും. കൂട് ചെറുതും കപ്പാകൃതിയിലുള്ളതാണ്. ഓരോ ബ്രീഡിംഗ് സീസണിലും സാധാരണയായിട്ട് 3 മുതൽ 6 വരെ മുട്ടകൾ ഇവ ഇടുന്നുണ്ട്. മുട്ടകൾ ഇളം നീല നിറത്തിലുള്ളതോ പച്ച കലർന്ന നീല നിറത്തിലുള്ളവയായിരിക്കും. ചെറുതായിട്ടുള്ള കറുത്ത പുള്ളുകളോട് കൂടിയിട്ടുള്ളതായിരിക്കും ഇവയുടെ മുട്ടകൾ. മുട്ടയിടൽ സാധാരണയായിട്ട് 1-2 ദിവസങ്ങളുടെ ഇടവേളയിൽ നടക്കുന്നുണ്ട്. മുട്ട വിരിയിക്കുന്ന ജോലി പ്രധാനമായിട്ടും പെൺപക്ഷിയാണ് ചെയ്യുന്നത്. ഇൻക്യുബേറ്റർ കാലം ഏകദേശം 12 മുതൽ 14 ദിവസം വരെ നീളും. ഈ സമയത്ത് ആൺപക്ഷി പെൺപക്ഷിക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. കൂടിനെ ശത്രുക്കളിൽ നിന്ന് ഇവ കാക്കുന്നുണ്ട്. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ അവ
അന്ധരും രോമരഹിതരുമായിരിക്കും. പൂർണ്ണമായിട്ടും മാതാപിതാക്കളെ ആശ്രയിച്ചിട്ടാണ് ഇവ ജീവിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ചെറു കീടങ്ങൾ, പുഴുക്കൾ, മൃദുവായിട്ടുള്ള വിത്തുകൾ എന്നിവയൊക്കെ മാതാപിതാക്കൾ കൊടുക്കുന്നുണ്ട്. ആദ്യ കുറച്ച് ദിവസങ്ങളിൽ പെൺപക്ഷിയാണ് കുഞ്ഞുങ്ങളെ കൂടുതൽ ചൂടോടെ സംരക്ഷിക്കുന്നത്. ആൺപക്ഷി ഭക്ഷണം എത്തിക്കുന്നതിൽ കൂടുതൽ പങ്കുവഹിക്കുന്നുണ്ട്. ഏകദേശം 12 മുതൽ 16 ദിവസത്തിനകം കുഞ്ഞുങ്ങൾ പറക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ടും സ്വയം ഭക്ഷണം കണ്ടെത്താൻ കഴിയുവാൻ കുറച്ച് ആഴ്ചകൾ കൂടി വേണം. ഈ കാലത്ത് മാതാപിതാക്കൾ അവയെ ശ്രദ്ധാപൂർവം പരിശീലിപ്പിക്കുന്നുണ്ട്. കോമൺ റോസ് ഫിഞ്ചിൽ ഇരു പക്ഷികളും ചേർന്നിട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഭക്ഷണം നൽകൽ, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം, കാലാവസ്ഥ അപകടങ്ങളിൽ നിന്ന് രക്ഷ എന്നിവയെല്ലാം ഇരുവരും ചേർന്ന് നിർവഹിക്കുന്നുണ്ട്. ഈ ശക്തമായിട്ടുള്ള മാതാപിത പരിപാലനം കുഞ്ഞുങ്ങളുടെ ജീവനിരക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രജനനകാലത്ത് ഇവ നേരിടുന്ന പ്രധാനമായിട്ടുള്ള അപകടങ്ങൾ പാമ്പുകൾ, പൂച്ചകൾ, വലിയ പക്ഷികൾ, ശക്തമായിട്ടുള്ള മഴയും കാറ്റും എന്നിവയൊക്കെയാണ്. അതിനാൽ തന്നെ കുറ്റിച്ചെടികളിൽ ഉയർന്ന സ്ഥലങ്ങളിലാണ് ഇവ കൂട് നിർമ്മിക്കുന്നത്. പെൺപക്ഷിയുടെ മങ്ങിയ നിറം ഒരു കാമുഫ്ലോഗ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കോമൺ റോസ് ഫിഞ്ചിന്റെ പ്രജനനം പക്ഷിസംഖ്യ നിർത്തുന്നുണ്ട്. വിത്തുകളുടെ പരത്തൽ വഴി സസ്യ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. ഭക്ഷ്യശൃംഖലയുടെ സ്ഥിരത ഉറപ്പാക്കുന്നുണ്ട്. ഇത് സമ്പൂർണ്ണ പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥയ്ക്ക് നിർണായകരമാണ്. ചുരുക്കി പറഞ്ഞാൽ കോമൺ റോസ് ഫിഞ്ച് എന്ന പക്ഷിയുടെ പ്രജനന രീതികൾ പ്രകൃതിയിലെ ക്രമവും സ്നേഹപരമായിട്ടുള്ള മാതാപിത പരിപാലനവും പ്രകടമാക്കുന്നവയാണ്. ശരിയായ കാലത്ത് കൂട്ടുകൂട്ടൽ, സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂട് നിർമ്മാണം, മുട്ട വിരിയിക്കൽ, കുഞ്ഞുങ്ങളുടെ സംരക്ഷിക്കൽ എന്നിവയൊക്കെ ഈ പക്ഷി തൻ്റെ വംശാവലി വിജയകരമായിട്ട് തുടരുന്നുണ്ട്. ഇതിൻ്റെ പ്രജനന ശൈലി പക്ഷി ജീവിതത്തിൽ ഒരു പ്രധാന മനോഹരമായിട്ടുള്ള ഉദാഹരണമാണ്. ഇനി നമുക്ക് ഇവിടെ ആയുസ്, ഭീഷണികൾ, ശത്രുക്കളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോമൺ റോസ് ഫിഞ്ച് എന്ന പക്ഷി പ്രകൃതിയിൽ സന്തുലിതമായിട്ട് ജീവിക്കുന്ന ചെറുതും സുന്ദരവുമായിട്ടുള്ള പക്ഷിയാണെങ്കിലും അതിന് ജീവകാലത്ത് പല വിധത്തിലുള്ള ഭീഷണികളും ശത്രുക്കളും നേരിടേണ്ടി വരുന്നുണ്ട്. അവയുടെ ആയുസ്, ജീവിക്കാൻ നേരിടുന്ന വെല്ലുവിളികൾ, സ്വാഭാവികമായിട്ടുള്ള ശത്രുക്കൾ എന്നിവയെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കുന്നത് ഈ പക്ഷിയുടെ സംരക്ഷണത്തിന് വളരെ പ്രധാനമാണ്. ഇവിടെ ആയുസ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോമൺ റോസ് ഫിഞ്ചിൻ്റെ ശരാശരി ആയുസ് കാട്ടിൽ സാധാരണയായിട്ട് 5 മുതൽ 7 വർഷം വരെ ഇവ ജീവിക്കുന്നുണ്ട്. ചില അനുകൂല സാഹചര്യങ്ങളിൽ 8 മുതൽ 10 വർഷം വരെ ജീവിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവയുടെ ആയുസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഭക്ഷണ ലഭ്യത, കാലാവസ്ഥ, രോഗങ്ങൾ, ശത്രുക്കളുടെ ആക്രമണം, മനുഷ്യ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെയാണ്. കുഞ്ഞുങ്ങളുടെ ആദ്യ വർഷമാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാലം. ഇവ പല കുഞ്ഞുങ്ങളും ഭക്ഷണക്കുറവ് മൂലം, കാലാവസ്ഥാ വ്യതിയാനം, ശത്രുക്കളുടെ ആക്രമണം എന്നിവയൊക്കെ മൂലം ആദ്യ വർഷത്തിൽ തന്നെ മരണമടയുന്നുണ്ട്. കോമൺ റോസ് ഫിഞ്ച് നേരിടുന്ന ഭീഷണികളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് നമുക്ക് വേർതിരിക്കാം. സ്വാഭാവികമായിട്ടുള്ള ഭീഷണികൾ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഭീഷണികൾ എന്നിവയായിട്ട് നമുക്ക് തരംതിരിക്കാൻ വേണ്ടി സാധിക്കും. സ്വാഭാവികമായിട്ടുള്ള ഭീഷണികളെ പറ്റി നോക്കുകയാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷണക്കുറവ്, രോഗങ്ങളും പാരാസൈറ്റുകൾ എന്നിവയൊക്കെയാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഭീഷണികൾ എന്ന് പറയുകയാണെങ്കിൽ വാസസ്ഥലനാശം, കീടനാശിനികളുടെ ഉപയോഗം, വേട്ടയും ട്രാപ്പിങ്ങും, വൈദ്യുതി ലൈനുകളും കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള ശത്രുക്കളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിരവധി സ്വാഭാവികമായിട്ടുള്ള ശത്രുക്കൾ ഇവയ്ക്കുണ്ട്. പ്രത്യേകിച്ച് മുട്ടകളും കുഞ്ഞുങ്ങളും കൂടുതലായിട്ട് അപകടത്തിലായിരിക്കും. പ്രധാനമായിട്ടുള്ള ശത്രുക്കൾ പാമ്പുകളാണ്. കൂടുകളിൽ കയറി മുട്ടകളും കുഞ്ഞുങ്ങളും ഒക്കെ ഇവ തിന്നുന്നുണ്ട്. പിന്നെ കാക്കകളാണ്. കൂടുകൾ കണ്ടെത്തി ഇവ മുട്ട മോഷ്ടിക്കുന്നുണ്ട്. പിന്നെ വലിയ ഇരപിടിയൻ പക്ഷികളുണ്ടായിരിക്കും. കഴുകൻ, പരുന്ത്, ഓൾ മുതലായ പക്ഷികളൊക്കെ ഇവയെ ആക്രമിക്കുന്നുണ്ട്. പൂച്ചകളും ഒക്കെ ഇവയെ ആക്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യവാസ സ്ഥലങ്ങളോട് ചേർന്ന പ്രദേശങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വലിയ ഭീഷണിയാണിവ. മോണിറ്റർ, ലിസാർഡ് പോലുള്ള ജീവികൾ കൂടുകളിൽ കയറാൻ കഴിവുള്ളവയൊക്കെയാണ്. അത് ഇവയെ ആക്രമിക്കുന്നുണ്ട്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കോമൺ റോസ് ഫിഞ്ച് ചില പ്രത്യേക പ്രതിരോധ രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു കാമുഫ്ലോഗ് ആയിട്ട് ഇവയുടെ നിറം വർദ്ധിക്കുന്നുണ്ട്. പെൺപക്ഷിയുടെ മങ്ങിയ തവിട്ട് നിറം കൂടിനൊപ്പം ലയിച്ച് കാണാതിരിക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. കുറ്റിച്ചെടികളിൽ കൂട് നിർമ്മിക്കൽ എളുപ്പത്തിൽ കണ്ടെത്താനാവാത്ത വിധമാണ്. അലാറം ശബ്ദങ്ങൾ, ശത്രു വന്നാൽ മുന്നറിയിപ്പ് ശബ്ദം നൽകുന്നുണ്ട്. കൂട്ടമായിട്ട് പറക്കൽ ശത്രുക്കളുടെ ആക്രമണം കുറയ്ക്കാൻ വേണ്ടിയൊക്കെ ഇവയെ സഹായിക്കുന്നുണ്ട്. കോമൺ റോസ് ഫിഞ്ച് ജീവിക്കുന്നതിലൂടെ വിത്തുകളുടെ പരത്തൽ നടത്തുന്നു, കീടസംഖ്യയെ നിയന്ത്രിക്കുന്നു, ഭക്ഷ്യശൃംഖലയുടെ ഒരു പ്രധാന കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്നു. അതിനാൽ തന്നെ ഇവയുടെ ആയുസ്സും സംരക്ഷണവും സമ്പൂർണ്ണ പരിസ്ഥിതിയുടെ ആരോഗ്യത്തിനുള്ള ഒരു സൂചനയാണ്. ചുരുക്കി പറഞ്ഞാൽ കോമൺ റോസ് ഫിഞ്ച് എന്ന പക്ഷിയുടെ ആയുസ് പ്രകൃതിയിലെ അനേകം ഘടകങ്ങളിൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടുള്ള ശത്രുക്കളും മനുഷ്യനിർമ്മിത ഭീഷണികളും ഇവയുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുകയും രാസവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുകയും പക്ഷികളുടെ വേട്ടയാടുന്നത് തടയുകയും ചെയ്താൽ ഈ മനോഹരമായിട്ടുള്ള പക്ഷിയുടെ ജനസംഖ്യ നമുക്ക് നിലനിർത്താൻ വേണ്ടി സാധിക്കും. കോമൺ റോസ് ഫിഞ്ച് പ്രകൃതിയിലെ ഒരു അമൂല്യ ഘടകമാണ്. അതിൻ്റെ സംരക്ഷണം മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്. ഇനി നമുക്ക് ഇവയുടെ സംരക്ഷണ നില അല്ലെങ്കിൽ കൺസർവേഷൻ സ്റ്റാറ്റസിനെ പറ്റി നോക്കുകയാണെങ്കിൽ കോമൺ റോസ് ഫിഞ്ച് എന്ന പക്ഷി ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരു കുടിയേറ്റ പക്ഷിയാണ്. അതിൻ്റെ മനോഹരമായിട്ടുള്ള ചുവന്ന നിറവും മധുരമായിട്ടുള്ള ശബ്ദങ്ങളും കാരണം ഇത് പ്രകൃതി പ്രേമികളുടെ പ്രധാന
ശ്രദ്ധാകേന്ദ്രമാണ്. എന്നാൽ കാലക്രമേണ ആവാസ സ്ഥലങ്ങൾ മാറ്റങ്ങൾ, മനുഷ്യനിർമ്മിത ഇടപെടലുകൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ഘടകങ്ങൾ ഈ പക്ഷിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ പക്ഷിയുടെ സംരക്ഷണ നില വിലയിരുത്തുന്നതും സംരക്ഷണ നടപടികൾ സ്വീകരിക്കുന്നതും ചെയ്യുന്നത് അത്യന്തം പ്രധാനമായിട്ടുള്ള കാര്യമാണ്. IUCN ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന ആഗോള സംഘടനയുടെ റെഡ് ലിസ്റ്റ് പ്രകാരം കോമൺ റോസ് ഫിഞ്ചിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സംരക്ഷണ നില ലീസ്റ്റ് കൺസേൺ എന്നാണ്. അഥവാ ഇപ്പോൾ വലിയ വംശനാശ ഭീഷണി ഇല്ലാത്ത സ്പീഷീസ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഈ പക്ഷിയുടെ ആഗോള ജനസംഖ്യ ഇപ്പോഴും സ്ഥിരത ഉള്ളതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വ്യാപകമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഇവ കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഉടൻ വംശനാശ ഭീഷണി ഇവ നേടുന്നില്ല. എന്നാൽ ലീസ്റ്റ് കൺസേൺ എന്ന നിലയിൽ ഉണ്ടതുകൊണ്ട് ഈ പക്ഷിക്ക് ഭീഷണി ഇല്ല എന്നർത്ഥമില്ല. ചില പ്രദേശങ്ങളിൽ ഇവയുടെ എണ്ണം കുറയുന്നതായിട്ടുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. കോമൺ റോസ് ഫിഞ്ചിൻ്റെ ജനസംഖ്യ യൂറോപ്പ്, മധ്യേഷ്യ, സൈബീരിയ, ഇന്ത്യ എന്നിവിടങ്ങളിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്നുണ്ട്. കുടിയേറ്റ സ്വഭാവമുള്ളതിനാൽ തന്നെ പല രാജ്യങ്ങളിൽ ഇവയുടെ ജനസംഖ്യ വിഭജിച്ചിരിക്കുന്നു. ചില പ്രദേശങ്ങളിൽ വന നശീകരണം, കൃഷി വ്യാപനം, നഗരവൽക്കരണം മൂലം ജനസംഖ്യയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ആഗോളതലത്തിൽ സ്ഥിരത ഉണ്ടെങ്കിലും പ്രാദേശിക തലത്തിൽ ഇവ അപകട സാധ്യത നിലനിൽക്കുന്ന ഒരു ജീവിയാണ്. ചുരുക്കി പറഞ്ഞാൽ കോമൺ റോസ് ഫിഞ്ച് എന്ന പക്ഷി നിലവിൽ IUCN റെഡ് ലിസ്റ്റ് പ്രകാരം ലീസ്റ്റ് കൺസേൺ എന്ന സംരക്ഷണ നിലയിലാണ്. എന്നിരുന്നാലും മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഇടപെടലുകളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഭാവിയിൽ ഈ പക്ഷിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുകയും പരിസ്ഥിതി സൗഹൃദ കൃഷി പ്രോത്സാഹിപ്പിക്കുകയും പക്ഷി സംരക്ഷണ ബോധവൽക്കരണം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ഈ മനോഹരമായിട്ടുള്ള പക്ഷിയുടെ ജനസംഖ്യ സ്ഥിരതയോടെ നിലനിർത്താൻ വേണ്ടി കഴിയൂ. കോമൺ റോസ് ഫിഞ്ച് നമ്മുടെ പ്രകൃതിയുടെ അമൂല്യ സമ്പത്താണ്. അതിൻ്റെ സംരക്ഷണം മനുഷ്യരുടെ ഉത്തരവാദിത്വമാണ്. ഇനി നമുക്ക് ഇവയുടെ ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി ആയിട്ട് സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ, കോമൺ റോസ് ഫിഞ്ച് എന്ന പക്ഷിയുടെ ചരിത്രം ശാസ്ത്രീയ കണ്ടെത്തലുകളുടെയും പ്രകൃതി പഠനങ്ങളുടെയും ദീർഘമായിട്ടുള്ള യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ പക്ഷിയെക്കുറിച്ചുള്ള അറിവ് ക്രമേണ വികസിച്ചു വന്നത് പ്രകൃതി ശാസ്ത്രജ്ഞരുടെ നിരീക്ഷണങ്ങളിലൂടെയും വർഗീകരണ പഠനങ്ങളിലൂടെയും ആണ്. അതിൻ്റെ വിതരണ ചരിത്രം, ശാസ്ത്രീയ നാമകരണം, മനുഷ്യരുമായിട്ടുണ്ടാക്കിയ ബന്ധം, ഗവേഷണങ്ങളുടെ പുരോഗതി എന്നിവയെല്ലാം ഈ പക്ഷിയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കോമൺ റോസ് ഫിഞ്ച് ആദ്യമായിട്ട് ശാസ്ത്രീയപരമായിട്ട് വിവരണം ചെയ്തത് 18-ാം നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ പ്രകൃതി ശാസ്ത്രജ്ഞന്മാരാണ്. 1769 പ്രശസ്ത സ്വീഡിഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള പീറ്റർ സൈമൺ പാലസ് ആണ് ഈ പക്ഷിക്ക് ഔദ്യോഗികമായിട്ടുള്ള ശാസ്ത്രീയ നാമം നൽകിയത്. കോമൺ റോസ് ഫിഞ്ചിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന പ്രത്യേകതകളാണ് അതിൻ്റെ വ്യാപന പരിണാമം. ആദ്യകാലത്ത് ഈ പക്ഷി മധ്യേഷ്യ, സൈബീരിയ, ഹിമാലയൻ പ്രദേശങ്ങളിൽ എന്നിവിടങ്ങളിൽ മാത്രമായിട്ട് കണ്ടിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിന് ശേഷം യൂറോപ്പിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും അവയുടെ വ്യാപനം ഉണ്ടായി. ഇത് പക്ഷികളുടെ കുടിയേറ്റ സ്വഭാവവും കാലാവസ്ഥയും മാറ്റങ്ങളോടുള്ള അനുയോജന ശേഷിയും തെളിയിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ കോമൺ റോസ് ഫിഞ്ച് പ്രധാനമായും കുടിയേറ്റ പക്ഷിയായിട്ട് അറിയപ്പെടുന്നുണ്ട്. ശീതകാലത്ത്, അതായത് ഒക്ടോബർ മുതൽ മാർച്ച് വരെ ഹിമാലയൻ പ്രദേശങ്ങളിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്കും ശ്രീലങ്കയിലേക്കും ഇവ എത്തുന്നുണ്ട്. കേരളത്തിലെ മലനിരകളായിട്ടുള്ള മൂന്നാർ, വയനാട്, നീലഗിരി മേഖല എന്നിവിടങ്ങളിൽ ഇവയെ ശീതകാല സന്ദർശകരായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയകാല പക്ഷി പഠന കേന്ദ്രങ്ങളിലും രേഖകളിലും ഈ പക്ഷിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ചരിത്രപരമായിട്ട് കോമൺ റോസ് ഫിഞ്ച് മനുഷ്യർക്കിടയിൽ അതിൻ്റെ മനോഹരമായിട്ടുള്ള ചുവപ്പ് നിറം, മധുരമായിട്ടുള്ള പാട്ട് എന്നിവ കാരണം ശ്രദ്ധേയമായിട്ടുള്ള പക്ഷിയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ കേജ് ബേഡായിട്ട് വളർത്തിയിരുന്നു. എന്നാൽ പിന്നീട് വന്യജീവി സംരക്ഷണ നിയമങ്ങൾ വന്നതോടെ ഇത് നിയന്ത്രിക്കപ്പെട്ടു. ഇന്ത്യയിൽ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പക്ഷിയെ കാണുന്നത്. മതപരമായോ പുരാണപരമായോ പ്രത്യേക കഥകളില്ലെങ്കിലും പ്രകൃതി പ്രേമികളുടെ ഇടയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. 20-ാം നൂറ്റാണ്ടിന് ശേഷം കോമൺ റോസ് ഫിഞ്ചിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ശക്തമായി. പ്രധാനമായിട്ടും പ്രജനന പ്രദേശം, കുടിയേറ്റ പാതകൾ, പ്രജനന പ്രദേശം, ശബ്ദശാസ്ത്രം, DNA പഠനങ്ങൾ എന്നിവയിലൂടെ പരിണാമ ചരിത്രം, ഏഷ്യൻ ഫിഞ്ച് വിഭാഗത്തോടുള്ള ഏഷ്യൻ ഫിഞ്ച് വർഗ്ഗങ്ങളുമായിട്ടുള്ള ബന്ധം വ്യക്തമായിട്ട് മനസ്സിലാക്കി. ആദ്യകാലത്ത് പക്ഷി സംരക്ഷണം വലിയ പരിഗണനയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയോടുകൂടി വന്യജീവി സംരക്ഷണ നിയമങ്ങൾ നിലവിൽ വന്നു. പക്ഷികളെ വേട്ടയാടൽ നിരോധിച്ചു. കുടിയേറ്റ പക്ഷികളെ സംരക്ഷിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര കരാറുകൾ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് കോമൺ റോസ് ഫിഞ്ച് IUCN റെഡ് ലിസ്റ്റിൽ ലീസ്റ്റ് കൺസേൺ എന്ന നിലയിൽ ഉൾപ്പെടുത്തിയെങ്കിലും പ്രാദേശിക തലത്തിൽ സുരക്ഷ, സംരക്ഷണ ശ്രദ്ധ തുടരുന്നുണ്ട്. കോമൺ റോസ് ഫിഞ്ചിൻ്റെ ചരിത്രം പക്ഷികളുടെ പരിണാമവും കുടിയേറ്റവും മനസ്സിലാക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നുണ്ട്. യൂറോപ്പ്, ഏഷ്യ പ്രദേശങ്ങളിലെ കാലാവസ്ഥാ മാറ്റങ്ങളുടെ സൂചന നൽകുന്നുണ്ട്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇതൊരു പക്ഷിയുടെ കഥ മാത്രമല്ല, പ്രകൃതിയുടെ ദീർഘകാല പരിണാമ ചരിത്രത്തിൻ്റെ ഒരു ചെറിയ അധ്യായമാണ്. ചുരുക്കി പറഞ്ഞാൽ കോമൺ റോസ് ഫിഞ്ച് എന്ന പക്ഷിയുടെ ചരിത്രം ശാസ്ത്രീയ കണ്ടെത്തലുകളിൽ നിന്ന് ആധുനിക ഗവേഷണങ്ങളിലേക്കുള്ള
ദീർഘകാല യാത്രയാണ്. 18-ാം നൂറ്റാണ്ടിലെ ആദ്യ വിവരണത്തിൽ നിന്ന് തുടങ്ങി ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വ്യാപനം, ഇന്ത്യയിലേക്കുള്ള കുടിയേറ്റം, മനുഷ്യരുമായിട്ടുള്ള ഉണ്ടായിട്ടുള്ള ബന്ധം, സംരക്ഷണ നടപടികൾ എന്നിവയിലൂടെ ഈ പക്ഷി തൻ്റെ പ്രത്യേക സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് കോമൺ റോസ് ഫിഞ്ച് പ്രകൃതിയിലെ സൗന്ദര്യവും പരിണാമ ചരിത്രവും ഒരുപോലെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രധാന പക്ഷിയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ അതിഥി കോമൺ റോസ് ഫിഞ്ച് എന്ന് പറയുന്ന ഫിഞ്ച് വിഭാഗത്തിൽപ്പെടുന്ന ഒരു പക്ഷിയാണ്. ഇനി അടുത്ത ജീവിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.